അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ വാരി വിതറിയാലും മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസത്തിന്റെ ഉന്നത വഴികൾക്ക് ഇരിക്കൂരിൽ അടിത്തറ പാകിയ കമാലിയ മദ്രസ കമാലിയ മദ്രസ AUP സ്കൂൾ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയുധം. വാർഷികാഘോഷവും വിളംബര ജാഥയില്ല ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. വാർഷികാഘോഷവും അസ്സലാമു അലൈക്കും. ഇതര സമുദായക്കാർക്ക് എൻ്റെ അഭിവാദനം. ബഹുമാനപ്പെട്ട ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയങ്കരായ നാട്ടുകാരെ, രക്ഷിതാക്കന്മാരെ, എൻ്റെ വിദ്യാർത്ഥികളെ, ഇവിടെ എല്ലാ വർഷവും ഈ കമാലിയ AUP സ്കൂളിൻ്റെ വാർഷികം ചെറിയ മട്ടത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുണ്ടെങ്കിലും ഈ വർഷം നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ സാധാരണ ഈ കമ്പൗണ്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ 2 ദിവസം നടത്താറുള്ളത്. ഈ വർഷം ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ
കുറേ ചെറുപ്പക്കാരുടെ ആഹ്വാനത്തോടെ അവരുടെ വാഗ്ദാനങ്ങളുടെ സ്റ്റാഫും PTയും എഡ്യൂക്കേഷൻ കമ്മിറ്റിയും കൂടി ഒരു വിപുലമായിട്ടുള്ള ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞ മാസം പ്ലാനിട്ടു. കമ്മിറ്റി കൂടി നല്ല നിലക്ക് നമ്മളുടെ ഈ കമാലിയ AUP സ്കൂളിൻ്റെ പേരും പ്രശസ്തിയും എത്രത്തോളം ഉണ്ട് എന്ന് ഈ നാട്ടുകാർക്കും ചുറ്റുപാടുള്ള അയൽവാസികളായ നാട്ടുകാർക്കും അറിയിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോട് മാത്രം ഈ 2 ദിവസത്തെ പരിപാടി ഇവിടെ നമ്മൾ രൂപം കൊണ്ടു. ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികളാണ്. എന്നിരുന്നാലും പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നുള്ള ഒരു വാചകം നമ്മളിൽ നിന്ന് വന്നു പോയതുകൊണ്ട് കൂട്ടായ്മ എന്നുള്ളത് സംഗമം ശരിക്കും പറയാൻ വെച്ചാൽ അത് പ്രിൻറ്റിങ്ങിൻ്റെ അവിടുന്ന് തെറ്റിയതാണ്. നാടിനെ സമർപ്പിച്ച ഇനിയും റബ്ബിൻ്റെ തൗഫീഖിനോട് നമ്മൾ ഇരിക്കൊണ്ട് പേരും പ്രശസ്തിയും പുറം നാട്ടുകളിലെത്തിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം ചെയ്യാൻ നമ്മളുടെ എളിയ സ്വീകരിച്ചെത്തിയ നമ്മളുടെ വി കാസിം സാഹിബിനെ ആദരവ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടൗൺ ടീമിലെ 2 പേർ ഇവിടെ 2 ട്രോഫികൾ എത്തിച്ചിട്ടുണ്ട്. നമ്മളെ വിരിഞ്ഞു പോകുന്ന വിനോദ് സാറിനും പങ്കാളിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവരെന്നെ വന്ന് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അവർ പറഞ്ഞ് നിങ്ങൾ ആരും കൊടുത്താൽ പറ്റില്ല, ഞങ്ങൾ തന്നെ വന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടൗൺ ടീമിനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് ഇന്ന് ഞങ്ങൾ കാണിച്ചത്. 4 മണി മുതൽ ഇന്ന് 6-10 വരെ ഞങ്ങൾ ഈ വിളംബര ജാഥയ്ക്ക് ഞങ്ങൾ എങ്ങനെല്ലാം ഏതെല്ലാം രീതിയിൽ സഹായിച്ചോ അവരെല്ലാവരും ഞങ്ങൾ ഈ വളരെയധികം നന്ദി ഈ PTAൻ്റെ പേരിലും ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ പല മീറ്റിങ്ങും പല കമ്മിറ്റികളും പല സ്പോർട്സ് ക്ലബ്ബുകൾ ഇവരെല്ലാം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ നാട്ടുകാരെല്ലാവരെയും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ CH മേമി സാർ, ഇവിടെ ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന കാസിം വി ഇരിക്കൂർ, ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച PTA പ്രസിഡന്റ് മാഹിനാജി, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സ്കൂളിൻ്റെ HM അനിത ടീച്ചർ, സമ്മാനദാനം നടത്തുന്ന 6ാം വാർഡ് മെമ്പർ NV വാജിദ്, ഉപഹാര സമർപ്പണം നടത്തുന്ന സ്കൂൾ മാനേജർ KT അനസ്, ആശംസ തരാനെത്തിയ മുൻ സ്കൂൾ മാനേജർ K അബ്ദുൽ ഖാദർ, K അബ്ദുൽ സലാം ഹാജി, KP അബ്ദുൽ അസീസ് മാസ്റ്റർ, KP മൊയ്തീൻ ഗനി മാസ്റ്റർ, C മുനീറുദ്ദീൻ, P അബ്ദുൽ സലാം, KP മുരളി, ഇന്നിവിടെ യാത്രയപ്പ് കൊടുക്കുന്ന വിനോദ് കുമാർ മാഷ്, KK പങ്കജാഷി ടീച്ചർ, നന്ദി പറയാനെത്തിയ ലക്ഷ്മണൻ മാഷ്, വേദിയിലെ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമാലിയ UP സ്കൂൾ വാർഷികം ഇപ്രാവശ്യം വളരെ വിപുലമായ രീതിയിലാണ് നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ശക്തി തെളിയിക്കുന്നതാണ് ഇന്നിവിടെ നടന്ന വിളംബര ഘോഷയാത്ര. ഇരിക്കൂർ ഇതുവരെ കാണാത്ത ഒരു പരിപാടിയായിരുന്നു ഇന്ന്. വൈകുന്നേരം 5 മണി മുതൽ 6:15 വരെ നല്ലൊരു പരിപാടി. അതിൽ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും ഒത്തൊരുങ്ങി നല്ലൊരു പിഞ്ചു മക്കളും എല്ലാവരും ഒത്തിണങ്ങി നല്ലൊരു പരിപാടി ആണ് ഇന്നിവിടെ നടന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ യാത്രയപ്പ് സമ്മേളനവും മറ്റും ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ കമാലി സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1985 മുതൽ 92 വരെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കമാലി സ്കൂൾ നടത്തുന്നത്. PEC മീറ്റിങ്ങുകളൊക്കെ മറ്റുള്ള സ്കൂളിനെ ഓരോ സ്കൂളിനെ പറ്റി പറയുമ്പോൾ തന്നെ കമാലി സ്കൂൾ മികച്ച രീതിയിൽ എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ രക്ഷിതാക്കൾ കുറേ കാര്യത്തിൽ
വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിച്ചാൽ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കാൻ പറ്റും. രക്ഷിതാക്കളാണ് പ്രധാനമായും അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇന്ന് യാത്രപ്പെടുത്തുന്ന വിനോദ മാഷ് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുമ്പോഴേ ഉള്ള മാഷാണ്. കൂടാതെ തന്നെ ഇരിക്കൂർ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തിയ സ്റ്റാമിന പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ മികച്ച സേവനം ഞങ്ങൾക്ക് ലഭിക്കാറുണ്ടായി. അദ്ദേഹമാണ് അത് പൂർണ്ണമായും കൈകാര്യം ചെയ്ത് കുട്ടികൾക്ക് നല്ല കായിക അഭ്യാസം കൊടുത്തത്. വോളിബോളും മറ്റൊക്കെ പരിശീലനമാണ് അന്നിവിടെ കൊടുത്തത്. നല്ല ഒരു പരിപാടിയാണ്. അക്കാര്യത്തിൽ വിനോദ മാഷ് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ പങ്കജാക്ഷി ടീച്ചർ ഇവിടെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഹിന്ദി വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇനി ഭാവിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വേറെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഒരുപാട് സമയം താമസിച്ചു. അപ്പോൾ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പിന്നെ PTA മാനേജ്മെൻറ്റും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ സ്കൂളിൽ കാഴ്ചവെക്കുന്നത്. അതിൻ്റെ വേറിട്ടൊരു അനുഭവമാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് പ്രത്യേകമായി തുടങ്ങി ഇംഗ്ലീഷ് മീഡിയം. ആ ഇംഗ്ലീഷ് മീഡിയം മുതൽ ഇപ്പോൾ 2ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു കുട്ടികളിപ്പം സ്കൂളിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, പരമാവധി പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കണമെന്നാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സ്കൂളിൻ്റെ HM ശ്രീമതി P. അനിത ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അവസരമുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇരിക്കൂർ കമാലിയ മദ്രസ AUP സ്കൂളിൻ്റെ റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഇരിക്കൂർ കമാലിയ മദ്രസ AUP സ്കൂൾ ആരംഭിച്ചത് 1941 വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഈ പ്രദേശത്തിൻ്റെ ഉന്നമനത്തിന് ഏറെ സംഭാവനകൾ നൽകാൻ നാളിതുവരെയായി ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ജസ്റ്റിസ്, വക്കീൽ, ഡോക്ടർ, എഞ്ചിനീയർ, അധ്യാപകർ, ബിസിനസ്സുകാർ എന്നിങ്ങനെയുള്ള ഇരിക്കൂറിലെ ഒട്ടേറെ പ്രതിഭാധനന്മാരായ ആളുകൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച സരസ്വതി ക്ഷേത്രമാണ് നമ്മുടെ വിദ്യാലയം. ഇരിക്കൂർ ഉപജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ വിദ്യാലയം എന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഈ അടുത്ത കാലം വരെ ശ്രീ K. അബ്ദുൽ ഖാദർ മാനേജറായിട്ടുള്ള കമാലിയ മദ്രസ എഡ്യൂക്കേഷൻ കമ്മിറ്റിയായിരുന്നു ഇതിൻ്റെ ഭരണസാരഥ്യം നിർവഹിച്ചിരുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ തന്നും വിദ്യാലയത്തെ പുരോഗതിയിലേക്ക് നയിച്ച അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ KT അനസ് മാനേജറായിട്ടുള്ള കമ്മിറ്റിയാണ് ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത്. വിദ്യാലയത്തിന് സ്വന്തമായൊരു വാഹനം എന്ന സ്വപ്നം പൂവണിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇംഗ്ലീഷ് മീഡിയം പ്രീ പ്രൈമറി ക്ലാസ് 3ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. വിദ്യാലയത്തിൽ മൈനോറിറ്റി കോച്ചിങ് സെൻറ്റർ അനുവദിച്ചു കിട്ടിയത് മാനേജറുടെ പരിശ്രമം കൊണ്ട് മാത്രമാണ്. പൂർവ്വ വിദ്യാർത്ഥിയായ ജസ്റ്റിസ് ശ്രീ ഖാലിദ് സംഭാവന ചെയ്ത ഒട്ടേറെ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി കോച്ചിങ് സെൻറ്ററിനുണ്ട്. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠനം നൽകുന്നതിനായി സ്പെഷ്യൽ ഫീ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 2 കമ്പ്യൂട്ടറിൽ തുടങ്ങി ഇപ്പോൾ 10ഓളം കമ്പ്യൂട്ടർ വിദ്യാലയത്തിലുണ്ട്. മുൻ വർഷങ്ങളിൽ ശ്രീ സുധാകരൻ MPയുടെ MP ഫണ്ടിൽ നിന്നും ശ്രീ KC ജോസഫ് MLAയുടെ MLA ഫണ്ടിൽ നിന്നും വിദ്യാലയത്തിന് കമ്പ്യൂട്ടറുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ KC ജോസഫിൻ്റെ MLA ഫണ്ടിൽ നിന്നും 2 കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും വിദ്യാലയത്തിന് ലഭിക്കുകയുണ്ടായി. IT പഠനം, കുട്ടികളുടെ വേഷം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സജീവ ശ്രദ്ധ പുലർത്തുകയും കുട്ടികളുടെ പഠനം കാര്യക്ഷമമാക്കുന്നതിൽ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന ഊർജ്ജസ്വലനായ മാനേജർക്കും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിക്കും വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപിക എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ശ്രീ CC മായൻ ഹാജി, വൈസ് പ്രസിഡന്റ് ശ്രീ K. നൌഷാദ്, മദർ PTA പ്രസിഡന്റ് ശ്രീമതി റഷീദ, വൈസ് പ്രസിഡന്റ് ശ്രീമതി റുക്കിയ ഇവരുടെ നേതൃത്വത്തിലുള്ള PTA മദർ PTAകളുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത്